യഥാർത്ഥ വിശ്വാസികൾ പടച്ചറബിൻ്റെ സച്ചരിതരായ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു അതിഥിയെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പാണ് അവർ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം വ്യക്തിജീവിതത്തിലൂടെയും കുടുംബത്തിലൂടെയും വീടിലൂടെയും പള്ളികളിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് വിശ്വാസികൾ ലോകമാസകലവും ഉണ്ടാവുക ഉള്ളത്. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു 30 ദിവസം കഴിഞ്ഞാൽ റമദാനിന്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇതേ വിശ്വാസികൾ ദുഃഖത്തിലാണ്, വ്യസനത്തിലാണ്. പരിശുദ്ധ മാസത്തിന്റെ വിടപറച്ചിലിനെ ഓർത്തിട്ടാണ്. പുണ്യമായ വിശുദ്ധ റമദാൻ, പുണ്യമായ ആ മാസം ഒരു വിശ്വാസിക്ക് സന്നിഹിതനാകാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ആനന്ദം മറ്റൊരിക്കലും അവന് ലഭ്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിനെ, അതിൻ്റെ വരവിനെ എത്രയോ മുമ്പ് തന്നെ അതിനെ വരവേൽക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പ്രാർത്ഥനകളുമായി കഴിയുന്ന ഒരു വിശ്വാസി അത് വേണ്ടതുപോലെ ഫലവത്താക്കാൻ കഴിയാതെ പോയാൽ അതിൻ്റെ പേരിൽ വലിയ ദുഃഖിതനുമായിരിക്കും. നാളെ ആഖിറത്തിൽ അനുകൂലമായി സാക്ഷിയായി വരുമോ എന്ന ആശങ്കയിലാണ്. ആ രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീനെ പരിപൂർണമായും അനുസരിച്ച് റമദാനിനെ അനുകൂലമായി പരലോകത്തെ സാക്ഷി പറയാൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന റമദാനുകളെ സജ്ജമാക്കി വിടുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു വിധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ പടിവാതിൽക്കലേക്ക് എത്തിയതിന് ശേഷമുള്ള ഒരുക്കങ്ങൾ കൊണ്ട് അത് സാധ്യമല്ല. അതിന് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ റമദാനിന്റെ വരവിനെ അറിയിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മ ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥനകളും തയ്യാറെടുപ്പുകളും വിശ്വാസികൾ ആരംഭിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ അനാ അല്ലൈലി വഅത്റാഫൻ നഹാർ. മഹത്തുക്കളായ ആളുകൾ ഇപ്രകാരമുള്ള പ്രാർത്ഥനകളിലൂടെ വിശ്വാസികളെ ഓർമ്മ മണ്ഡലങ്ങളിൽ റമദാൻ ആവുകയാണ്. തയ്യാറെടുപ്പുകൾ ഇനിയും തുടങ്ങിയിട്ടില്ലേ? പരിശുദ്ധ ശഅബാനിന്റെ മാസപ്രവി കണ്ടു കഴിഞ്ഞാൽ മഹാരഥന്മാരായ സ്വഹാബത്ത് റമദാനിലേക്ക് എത്തിയാലുള്ളതുപോലെ ആ പ്രതീതിയോടുകൂടി റമദാനിന് മുമ്പ് തന്നെ റമദാൻ വേണ്ടതുപോലെ ഫലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്ന തയ്യാറെടുപ്പുകൾ പ്രധാനമായും 4 കാര്യങ്ങൾ അവർ ഊന്നൽ നൽകിക്കൊണ്ട് തയ്യാറെടുപ്പ് നടത്തി. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുപോയി. പരിശുദ്ധ ഖുർആനിലേക്ക് ഒരു വിചിന്തന മനോഭാവത്തോടെ കഴിഞ്ഞ 11 മാസക്കാലത്തെ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത എന്തെങ്കിലും വന്നുപോയോ, ചെയ്യാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ആദ്യവസാനം വിലയിരുത്തുന്നു. എങ്കിൽ അതിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തുന്നു. തങ്ങളുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ തങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ തങ്ങളുടെ പരിശ്രമം കൊണ്ട് ആരുടെയെങ്കിലും അവകാശങ്ങൾ, സ്വാതന്ത്ര്യം തടയപ്പെട്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരം കണ്ട് വിട്ടുവീഴ്ച ചെയ്ത് പൊരുത്തം ചോദിക്കുന്നു. 3-മത്, കടബാധ്യതകൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, സൃഷ്ടികളുമായി എന്തെങ്കിലും ബാധ്യതകൾ ബാക്കിയാകുന്നെങ്കിൽ അവരോട് പോയി പൊരുത്തം ചോദിക്കുന്നു. 4-മത് സ്വഹാബത്ത് ചെയ്ത കാര്യം വഅഖ്റജൽ മുസ്ലിമൂന സകാത അംവാലിഹിം ലിയതഖവ്വാ ബിഹൽ ലഈഫ് വൽ മിസ്കീൻ അലാ സിയാമി ശഹ്ർ റമളാൻ. പരിശുദ്ധ റമദാനിന്റെ 1 മാസം മുമ്പ് റമദാനിന്റെ മാസപ്പിറവി കാണുമ്പോൾ തന്നെ പരിശുദ്ധ റമദാനിലേക്ക് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിൽ പ്രധാനമായും അവർ ചെയ്തിരുന്നൊരു കാര്യം, സക്കാത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണോ? എന്റെ സാമ്പത്തികം സക്കാത്തിന്റെ കണക്കെത്തിയ അവസ്ഥയിലുള്ളതാണോ? കണക്ക് നോക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റമദാൻ 1-ന് 70ഉം 700ഉം ഇരട്ടി പ്രതിഫലമുള്ള മാസമാണ്. അതിന്റെ ഫളായിലുകൾ നമ്മെ പോലെയുള്ള ആളുകളുടെ സ്വഹാബത്തിന് നമ്മെക്കാൾ നന്നായിട്ടറിയാം. അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള സാധ്യതയുണ്ടോ അവർക്കറിയാം. എന്നാൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് റമദാനിന്റെ പ്രതിഫലം, ആ പ്രതിഫലവും സക്കാത്തും ഇത് രണ്ടും 2ആയി കാണേണ്ടതാണ്, 2ആയി മനസ്സിലാക്കേണ്ടതാണ്. സക്കാത്തിന് അതിനു മുമ്പ് തന്നെ ശഅബാനിന്റെ തുടക്കത്തിൽ തന്നെ കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കാനുള്ള തീർപ്പാക്കും. എന്നിട്ട് സക്കാത്തിന്റെ കൃത്യമായി അതിന്റെ വിഹിതങ്ങൾ മാറ്റിവെച്ച് അതിന്റെ അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ അതിന്റെ മാർഗങ്ങൾ സ്വീകരിച്ച് സക്കാത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഇത് സ്വഹാബത്തിന്റെ രീതിയായിരുന്നു. എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? പരിശുദ്ധ ഇസ്ലാം സക്കാത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണോ ആ ലക്ഷ്യത്തിനെ കൃത്യമായി നിർവചിക്കപ്പെടുന്നു.
കൃത്യമായി അനൗൺസ് ചെയ്യപ്പെടുന്നു. ഈ ഹദീസിന്റെ വചനങ്ങളിലൂടെ, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിലൂടെ വഅഖ്റജൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ സക്കാത്ത് പുറപ്പെടുവിക്കുമായിരുന്നു. വഅഖ്റജൽ മുസ്ലിമൂന സക്കാത്ത അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ കണക്ക് നോക്കി അതിന്റെ സക്കാത്തിന് അവർ പുറപ്പെടുവിക്കുമായിരുന്നു. എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ലിയതഖവ്വാ ബിഹൽ ലഈഫു വൽ മിസ്കീൻ, പാവപ്പെട്ട മനുഷ്യർ, ദരിദ്രരായ മനുഷ്യർ, കഷ്ടപ്പെടുന്ന ആളുകൾ അവർ ശക്തി പ്രാപിക്കണം, മനോബലമുള്ളവരാകണം, ധൈര്യം നേടണം. അലാ സിയാമി ശഹ്രി റമളാൻ, പരിശുദ്ധ റമളാൻ കടന്നു വരികയാണ്. ഈ റമളാനിൽ നോമ്പ് പിടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കപ്പെടുവാൻ സക്കാത്ത് വന്നു ചേരുന്നതോടുകൂടി പൂർത്തിയാക്കപ്പെടും, പരിഹരിക്കപ്പെടും. ചുട്ടുപഴുക്കുന്ന ചൂടാണ്. 12 മണി 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുത് എന്നുള്ള ഓർഡറാണ് സർക്കാരിന്റെ ഓർഡർ. നേരം പുലർന്നാൽ ഇരുളുവോളം പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ, മാർക്കറ്റിൽ ചുമടെടുക്കുന്ന തൊഴിലാളികൾ, വിയർപ്പൊഴുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ കുടുംബത്തിന് അന്നം കണ്ടെത്തേണ്ട പാവങ്ങളായ അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളുടെ പട്ടിണിയും പശിയും മാറുന്നത് അന്നുള്ള അധ്വാനത്തിലൂടെ കിട്ടുന്ന വിഹിതം വെച്ചിട്ടാണ്. നേരം പുലർന്ന് രാവിലെ ഇറങ്ങി പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? പറയാനൊന്നുമില്ല. വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ പോകുന്നു. പകലന്തിയോളമുള്ള പണി അധ്വാനം കഴിയുമ്പോൾ കിട്ടുന്ന വിഹിതത്തിൽ നിന്നും വീടിന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങി വരും. ഈ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ശഅബാൻ പൂർത്തിയായി റമദാനിന് 10 ദിവസം ബാക്കിയാകുന്നു. നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ അതുപോലത്തെ ദുഃഖമുണ്ടാകില്ല. എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ കണക്ക് പ്രകാരം 70% വരുന്ന ഇന്ത്യൻ ജനത, കേരളം എന്നൊരു ചെറിയൊരു സംസ്ഥാനം മാറ്റിവെച്ചാൽ, കശ്മീർ പോലെയുള്ള ചെറിയ പ്രദേശങ്ങൾ മാറ്റിവെച്ചാൽ, കിഴക്ക് സംസ്ഥാനങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ മധ്യ ഇന്ത്യ മുഴുവനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഒരു ദിവസം അവർക്ക് പൂർണ്ണാർത്ഥത്തിൽ അവരുടെ ജീവിതാവശ്യം സാധിക്കാൻ കഴിയാത്ത രൂപത്തിലൂടെ ജീവിക്കുന്ന 70% ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് അന്താരാഷ്ട്ര കണക്കുകൾ വ്യക്തമാക്കുകയാണ്. ഇന്നും ഈ രാജ്യത്ത് ഒരു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൃത്യമായിട്ട് കിട്ടാത്ത 20% മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഇതുപോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചുട്ടുപഴുക്കുന്ന ഈ ചൂടുള്ള കാലാവസ്ഥയിലെ പരിശുദ്ധ റമളാൻ അവരുടെ മനസ്സുകൾക്ക് തീയാണ്, ആശങ്കയാണ്. അല്ലാഹുവേ, നിന്റെ മാസം ഫർളായ നോമ്പാണ് വരുന്നത്. ആ നോമ്പ് പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു നോമ്പ് പോലും മുടക്കാൻ പാടില്ലെന്ന് നീ പഠിപ്പിച്ചതിന്റെ ഗൗരവമറിയാം. എന്നാൽ ഞാൻ എങ്ങനെ നോമ്പ് പിടിക്കും അല്ലാ? ഞാൻ നോമ്പിനെ ഓർത്തുകൊണ്ട് രാവിലെ വീട് വിട്ടു പോകാതെ എൻ്റെ വീട്ടിലിരുന്നാൽ എൻ്റെ വീടിൻ്റെ പട്ടിണിക്ക് പരിഹാരം എവിടെ? വൈകുന്നേരം എല്ലാവരും വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കും, ഉപ്പാ ഫീസ് കൊടുക്കണം, അരി മേടിക്കണം, ഫ്രൂട്ട്സ് മേടിക്കണം, ഇന്നത് മേടിക്കണം. ആവശ്യങ്ങൾ പറയുമ്പോൾ കൈ മലർത്തി കാട്ടാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ സാഹചര്യത്തിൽ എനിക്ക് പരിഹാരം കാണുവാൻ ഈ നോമ്പിന്റെ നിയമത്തിന് വേദനയോടെ, ദുഃഖത്തോടെ ആ നിയമത്തിനെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ഭാര്യ അത്താഴത്തിന് ഭക്ഷണം കഴിച്ച്, അത്താഴം കഴിച്ചിട്ട് നോമ്പിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ തന്റെ പ്രിയതമന് വേണ്ടി പ്രത്യേകം ഭക്ഷണത്തിന്റെ ഒരു വിഹിതമെടുത്ത് മാറ്റിവെക്കും. അത്താഴം കഴിച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വിശ്രമത്തിലേക്ക് പോയ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രാവിലെ 7 മണിക്ക് 8 മണിക്ക് വീട് വിട്ടു പോകുമ്പോൾ അത്താഴത്തിനുണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ട് കഴിപ്പിച്ചിട്ട് വീട് വിട്ട് യാത്രയാക്കുന്നു. രണ്ടുപേർക്കും പറയാൻ ന്യായമുണ്ട്. അറിയണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിർബന്ധമാക്കിയ നോമ്പ്, അതിനുള്ള കഴിവുള്ളവൻ, സൗഭാഗ്യമുള്ളവൻ, ആരോഗ്യമുള്ളവൻ നമുക്ക് പടച്ച റബ്ബ് തൗഫീക്ക് തന്നു. നമ്മൾ നോമ്പെടുക്കുകയാണ്. എന്നാൽ നമ്മുടെ അയൽപക്കത്തുള്ള വീട്ടിലുള്ളൊരു മനുഷ്യൻ ദരിദ്രനാണ്, കഷ്ടപ്പെടുന്നവനാണ്. അവന്റെ വീടിന്റെ അവസ്ഥ ഇതുപോലെയാണോ? അവന് നോമ്പൊഴിവാക്കുവാൻ അവൻ നിർബന്ധിതനാണോ? അവൻ പട്ടിണിയാകുമെന്നുള്ള ആശങ്കയുടെ പേരിൽ നോമ്പൊഴിവാക്കിക്കൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ട് പണിയെടുക്കാൻ പോയി വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ഉറപ്പാ അല്ലാഹു കാക്കട്ടെ, അവൻ പാപിയായി പോകുന്നതിന്റെ ഒരു വിഹിതം ഉറപ്പായിട്ടും അയൽവാസികളായ നമുക്കുമുണ്ട്. ലൈസൽ മുഅ്മിനു ബില്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി.
ആദരവായ നബിയുനാ റസൂലുള്ളാഹി അരുൾ ചെയ്ത വചനം എത്ര സുവ്യക്തമാണ് പ്രിയമുള്ളവരെ. ലൈസൽ മുഅ്മിനു, യഥാർത്ഥ വിശ്വാസിയല്ല, ലൈസൽ മുഅ്മിനു ബില്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചു സുഭിക്ഷമായി വിശപ്പടക്കി ഭക്ഷണം കഴിക്കുന്നവന് അവൻ യഥാർത്ഥ വിശ്വാസിയല്ല. കഴിയണം നമുക്ക്, അറിയണം നമുക്ക് നമ്മുടെ അയൽവാസികൾ അങ്ങനെയുണ്ടോ. ചിലരെങ്കിലും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും കാണാൻ സാധ്യതയില്ല, ഇപ്പൊ അത്രയും വലിയ പട്ടിണിയൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇല്ല, ഇപ്പോഴും പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ അവര് നമ്മുടെ മുമ്പിൽ നല്ല വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല ചെത്തിമിനിക്ക് വരുന്ന ആളുകളായിരിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം ഒരു ഭാഗത്ത്. അത് വളരെ കുറഞ്ഞൊരു ശതമാനം. എന്നാൽ ഈ രൂപത്തിൽ കഴിയുന്ന ആളുകൾ, കുറെ അധികം ആളുകൾ നമ്മുടെ അയൽപക്കത്തുണ്ട്. അവര് അന്യ നാട്ടുകാരാണ്, അവര് നമ്മുടെ നാട്ടുകാരല്ല. ജോലിയുടെ ആവശ്യാർത്ഥമോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ തൊഴിൽ തേടിയോ നമ്മുടെ നാട്ടിലേക്ക് എത്തി നമ്മുടെ അയൽപക്കത്ത് അലഞ്ഞു തിരിഞ്ഞ് പരദേശിയെ പോലെ നടക്കുന്ന പാവങ്ങളുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികളുണ്ട്. ഇവരെല്ലാവരുടെ അവസ്ഥ ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾ, പാവങ്ങൾ. അൽഹംദുലില്ലാ, ഒരു 10 വർഷം മുമ്പാണ് ആദ്യമായിട്ട് അത്തരത്തിലൊരു വാർത്ത കേൾക്കുക. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ അൽഹംദുലില്ലാ ഒരു മാറ്റമായിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെ അത്താഴത്തിന്റെ സമയം, അതും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അവസ്ഥയാണ്. പണ്ടൊരു കാലം അന്ന് പെൺകുട്ടികൾ വീട് വിട്ട് നാട് വിട്ട് വിദൂരങ്ങളിൽ പോയി താമസിച്ച് പഠിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായില്ല, അങ്ങനെ പോകാറുമില്ലായിരുന്നു. ഇപ്പൊ നാട് വിട്ട് വിദൂരങ്ങളിൽ പോയി പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി ഇഫ്താറിന് പങ്കെടുക്കാം, തറാവീഹിന് പങ്കെടുക്കാം, ഒക്കെ നിർവഹിക്കാൻ കഴിയും. മടങ്ങി അവരുടെ ഹോസ്റ്റലുകളിലേക്ക് എത്താൻ പറ്റും. എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കഴിയാറില്ല. നേരം പുലരുമ്പോൾ രാവിലെ അത്താഴം കഴിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചാൽ അതും അവർക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. സ്വന്തമായി പാകം ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം പാടുപെട്ട് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും. ആ രൂപത്തിൽ അവർ അധ്വാനിക്കുന്നത്, അതിന്റെ പേരിൽ അത്താഴം കഴിച്ചില്ല എന്ന് പറഞ്ഞ് നോമ്പൊഴിവാക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ പല ന്യായങ്ങൾ പറയാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ പടച്ചവൻ എനിക്ക് പുറത്തു തരും, കാരണം എനിക്ക് ന്യായമുണ്ട് എന്നതാണ്. അവനൊരു പക്ഷെ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ആ പുറത്തു കൊടുക്കാനുള്ള സാധ്യത പറഞ്ഞിട്ട് ഒരു നന്മയിൽ വീഴ്ച വരുത്തിയ ആ പാവപ്പെട്ട മനുഷ്യന് അതിലേക്ക് കൊണ്ടെത്തിച്ച അയൽവാസികളായ മുസ്ലിങ്ങളുണ്ടല്ലോ, നാട്ടുകാരായ മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഉറപ്പാണ് അവർ ഈ പാപത്തിന്റെ ഒരു വിഹിതം അവർക്ക് പങ്കാളിത്തം വഹിക്കേണ്ടി വരും. ഇതിന്റെ ഒരു വിഹിതം അവരിലേക്ക് ചെന്ന് ചേരും. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിവോടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജമാഅത്തുകളെ സംബന്ധിച്ചിടത്തോളം സന്നദ്ധ സംഘടനകൾ, പള്ളികൾ, പള്ളിക്കമ്മിറ്റികൾ, യുവജന വേദികൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികൾ, അയൽപക്കത്ത് എത്ര പേരങ്ങനെയുണ്ട് നോമ്പുകാരാകാൻ ആഗ്രഹിക്കുന്നു, നോമ്പ് പിടിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് തടസ്സമാകുന്ന ആഹാരം കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടോ, അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. സ്വഹാബത്തിന്റെ നിലപാട്, സ്വഹാബത്തിന്റെ രീതി, പരിശുദ്ധ റമദാൻ 170 ഇരട്ടി പ്രതിഫലമുണ്ട്. അതുവരെ കാത്തിരുന്നിട്ട് അത് കൊടുക്കാം എന്നവർ വിചാരിച്ചില്ല. എന്തുകൊണ്ട് വിചാരിച്ചില്ല? സക്കാത്തിന്റെ ലക്ഷ്യം അത് പുണ്യമായ ഒരു ഇബാദത്താണ്, നിർബന്ധമായ ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ്. എന്നാൽ സക്കാത്തിന് കൃത്യമായി ലോകത്തെല്ലാവർക്കും ഏകീകൃതമായ ഒരു സമയം തീരുമാനിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഫർളായ കർമ്മങ്ങളിൽ 5 കർമ്മങ്ങളിൽ 4 കാര്യത്തിനും ഏകീകൃതമായ സമയം തീരുമാനിച്ചു. പ്രത്യേകിച്ച് നമസ്കാരത്തിന് ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്ക് അതാത് നാടുകളുടെ സൂര്യന്റെ ഉദയാസ്തമാനത്തിനനുസരിച്ച് അതാത് നാടുകളിൽ ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടണം. നമ്മുടെ പ്രദേശത്ത്, ഈ നാടിന്റെ പരിധിയിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഏകദേശം ഒരേ സമയത്തിലാണ് ഉദയാസ്തമാനം നടക്കുക. ചലനനിശ്ചലനം ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ സമയവും ഏകദേശം ഒരുപോലെയാണ്. ആ സമയത്ത് ബാങ്ക് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിന്റെ സമയമായാൽ ഒരു നിശ്ചിത സമയപരിധി കഴിയുന്നതോടുകൂടി നമസ്കാരം എല്ലാവരും ഒരുമിച്ച് നിർവഹിച്ചിരിക്കണം. നോമ്പ് മാസപ്പിറവി കണ്ടാൽ നോമ്പ് പിടിച്ചിരിക്കണം. എന്നാൽ സക്കാത്തിന്റെ കാര്യം അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തിന് എത്ര പ്രാധാന്യം കൊടുത്തോ അതേ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച നിർബന്ധമായ ബാധ്യതയാണ് സക്കാത്ത്. 28ഓളം സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ പടച്ചിറപ്പ് നിസ്കാരത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ സ്ഥലങ്ങൾ, എവിടെയെല്ലാം നമസ്കാരത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയോ അതിൽ 28ഓളം സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് നിസ്കാരത്തിനോട് ചേർത്തു പറഞ്ഞു. നിസ്കാരം പൂർത്തിയാക്കുക, സക്കാത്ത് കൊടുക്കുക, നിസ്കാരം പൂർത്തിയാക്കുക, സക്കാത്ത് കൊടുക്കുക.
അതിന്റെ ഒരു പദാനുപദാർത്ഥവും അതിന്റെ പരിഭാഷയും നോക്കിയാൽ നിസ്കാരം പൂർത്തിയാകണമെങ്കിൽ സക്കാത്തും കൂടെ പൂർത്തിയാകണം എന്ന് തോന്നുന്നു. ആ രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ മാത്രം പോരാ, ഇനി സക്കാത്തും കൂടെ തീർത്താലേ സക്കാത്തിന്റെ പ്രതിഫലവും കൂടെ കിട്ടിയാലേ നിസ്കാരത്തിന്റെ പ്രതിഫലം പൂർത്തിയാവും എന്ന് തോന്നും. ആ രൂപത്തിലാണ് അതിന്റെ അവതരണം. ഈ രൂപത്തിലുള്ള രീതിയിലാണ് അള്ളാഹു അതിനെ നിർവചിച്ച് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ സക്കാത്തിന്റെ കർമ്മത്തിന് ഒരു നിയതമായ സമയം മൊത്തം പേർക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ല, ഓരോ വ്യക്തിഗതമാണ്. എനിക്ക് സക്കാത്ത് നിർബന്ധമായത് എപ്പോഴാണ്? ആ നേരത്തിലാണ് ഞാൻ കൊടുക്കേണ്ടത്. പരിശുദ്ധ റമളാനിലേക്ക് ഒരാൾക്ക് സക്കാത്തിനെ പിന്തിപ്പിക്കാമോ? മസ്അലകൾ ചോദിക്കപ്പെടുമ്പോൾ ഭാരതന്മാരായ ഫുഖഹാക്കൾ അരുൾ ചെയ്യുന്നു, ഇല്ല, സക്കാത്തിന്റെ സമയമായി അതിന് റമളാൻ എത്തിയിട്ട് കൊടുക്കാം. റമളാൻ ഒരുപാട് പ്രതിഫലമുള്ളതാണല്ലോ എന്ന് കരുതി അങ്ങനെ പിന്തിപ്പിക്കാൻ കഴിയോ? ഇല്ല. റജബിന്റെ മാസത്തിൽ, ശഅബാനിന്റെ മാസത്തിൽ, ഏതെങ്കിലും ഒരു മാസത്തിൽ നിർബന്ധമായ റമളാൻ എത്താറായിട്ടുണ്ടല്ലോ. ശഅബാൻ ഇന്ന് 20 അപ്പൊ ഇന്ന് സക്കാത്ത് നിർബന്ധമായി 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം കിട്ടുമല്ലോ. അതെ, ഇരട്ടി പ്രതിഫലം കിട്ടും. പക്ഷെ ഈ 10 ദിവസം കൂടെ ആളുണ്ടാകുന്നതിന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇതിനിടയിൽ എങ്ങാനവും മരിച്ചു പോയാൽ, ആള് മരണപ്പെട്ടു പോയാൽ ഫഹുവ ആസിം, അവൻ പാപിയായി മാറുന്നു. അല്ലാഹു കാക്കട്ടെ. ഇനി അതുപോലെ ഗൗരവപ്പെട്ട മറ്റൊരു വിഷയം, ഈ കണക്കുകളൊക്കെ നോക്കേണ്ടത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ വീടുകളിൽ നാം അവലംബിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറായ മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റി കൊന്നു എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിനെ സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വമാ ഖതലുഹു വമാ സലബു, ഈസ നബിയെ കൊന്നിട്ടുമില്ല, വധിച്ചിട്ടുമില്ല എന്ന ആ ചരിത്രത്തിന് ഖുർആൻ നിരാകരിക്കുമ്പോൾ, ഇല്ല, നിങ്ങൾ പറഞ്ഞ ചരിത്രം തന്നെയാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം എല്ലാവരും കണ്ണടച്ച് ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് കണക്ക് നോക്കുക. അതിലും നമ്മൾ പാളിപ്പോകും. അല്ല, ഒരു വർഷത്തിൽ ഏകദേശം 14.5 ദിവസത്തോളം ഹിജറ കലണ്ടറും ഗ്രിഗോറിയൻ കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിജറ കലണ്ടർ പ്രകാരമാണ് ഇതിന്റെ കണക്ക് നോക്കേണ്ടത്. അത് പ്രകാരം നമ്മൾ കണക്ക് നോക്കി ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ആ സമയത്തിൽ അവന് നിർബന്ധമായി സക്കാത്ത്. ആ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീടപ്പെടുന്നുണ്ടോ, അത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പല ആളുകളും സക്കാത്തിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അതെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയും. യഥാർത്ഥത്തിൽ അവൻ ഏതാ പറയാ? സ്വദഖ, ഐച്ഛികമായ ദാനം. ഇവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐച്ഛികമായ ദാനം, ഇതിനെ ചൂണ്ടിയിട്ട് അവൻ വിശ്വസിക്കുകയാണ് ഞാൻ സക്കാത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സക്കാത്തല്ല, സക്കാത്തും സ്വദഖയും ഒന്നല്ല. പരിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പഠിച്ചു നോക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിന്റെ അനക്കമടക്കങ്ങൾ, വിധിവിലക്കുകളൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നോമ്പിനെ കുറിച്ച് പറഞ്ഞു, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. ഈ കർമ്മങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ നിസ്കാരത്തിന് എത്ര ഫർളുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, സുജൂദ് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞില്ല, റുക്കൂ എങ്ങനെയാകണം എന്ന് പറഞ്ഞിട്ടില്ല, നോമ്പ് എങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞില്ല. നോമ്പ് പിടിക്കണം, അത് എങ്ങനെയാകണം തുടങ്ങേണ്ടത്, ഒടുങ്ങേണ്ടത്, നോമ്പിന്റെ പാലിക്കേണ്ട ഷർത്ത് ഫർള് എന്താണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ സമ്പത്തിന്റെ കാര്യം എടുത്തപ്പോൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇഴകീറി അങ്ങോട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ കലാം. നമസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെയുള്ള കർമ്മങ്ങളുടെ വിശദമായ രൂപം, അതെങ്ങനെയാ നിർവഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നാം വിശദമായൊരു പഠനത്തിന് തയ്യാറാകുമ്പോൾ അത് പഠിപ്പിക്കുന്നത് ശരീഅയാണ്, ശരീഅ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്താണ് ഖുർആൻ ഉദ്ദേശിച്ച അഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുക, അതെങ്ങനെയാ നിലനിർത്തുക എന്ന് പഠിപ്പിച്ചേക്കുന്നത് റസൂലാണ് പഠിപ്പിക്കുക. എന്നാൽ സക്കാത്തിന്റെ കാര്യം, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ വന്നപ്പോൾ അവിടെ റസൂലിന്റെ വിശദീകരണത്തിന് മാത്രമായിട്ട് ഖുർആൻ നിന്നില്ല, ഖുർആൻ തന്നെ ഇഴകീറി അങ്ങ് പഠിപ്പിച്ചു. അത് വറാസത്തിന്റെ വിഷയമാകട്ടെ, അനന്തര സ്വത്ത്, അടുത്ത കാലത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു പോയതാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കപ്പെടുമ്പോൾ വീണ്ടും ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് അനന്തര സ്വത്ത്. അനന്തര സ്വത്ത് എങ്ങനെയാകണം, സക്കാത്ത് എങ്ങനെയാകണം, ഓരോ ദാനധർമ്മങ്ങൾ എങ്ങനെയാകണം, വസിയ്യത്ത് എങ്ങനെയാകണം, ഖറാജ് എങ്ങനെയാകണം, നികുതി എങ്ങനെയാകണം, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ എങ്ങനെയാകണം, കളക്ട് ചെയ്യേണ്ടത്, വിതരണം ചെയ്യപ്പെടേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഇഴകീറി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ കുറേയധികം ആ വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. ഏറ്റവും വലിയ ആയത്തും അതിന്റെ ഉള്ളിലാണ്. യുസൈകുമുല്ലാഹു ഫീ ഔലാദികും ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ.
പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ആലമീൻ മറ്റ് ഇബാദത്തുകളെ, കർമ്മങ്ങളെ, കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിൽ പ്രത്യേകിച്ച് അടിവരയിട്ടുകൊണ്ട് അതിനെ ഇഴകീറി പഠിപ്പിക്കുക. യുസീകുമുല്ലാഹു ഫീ ഔലാദികും ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് മക്കളായിട്ടുണ്ട്, 3 മക്കളുണ്ടെങ്കിൽ 2 പെൺമക്കൾക്ക് കൊടുക്കുന്ന ഒരു ഓഹരി ഒരു ആൺകുട്ടിക്ക് കൊടുക്കണം. അതെന്ത് നീതി, അതെന്ത് ന്യായം? ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം. അതാണ് നീതി, അതാണ് ന്യായം, അതാണ് ശരിയായ സാമ്പത്തിക സന്തുലനം. അതെങ്ങനെയെന്ന് മനസ്സിലാവൂല. ഞാൻ മുമ്പൊരിക്കൽ വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ അതിനെ വിശദമായി പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതാണ് കൃത്യമായ നിയമം. ഇനി ആ മരണപ്പെട്ട ആളിന് ഒരു കുട്ടിയുള്ളെങ്കിൽ എത്ര കൊടുക്കണം? ഇനി മരണപ്പെട്ട ആളിന് ഒരു കുട്ടിയുണ്ട്, അതോടൊപ്പം മാതാപിതാക്കളും ഉണ്ടെങ്കിൽ അവർക്ക് എത്ര കൊടുക്കണം? വളരെ കൃത്യമായിട്ട് പറയാ. 6 കൊടുക്കണം, 4 കൊടുക്കണം. വാപ്പ ഉണ്ടെങ്കിൽ മകൾക്ക് എത്ര കൊടുക്കണം, മകൻ ഉണ്ടെങ്കിൽ ഉമ്മാക്ക് എത്ര കൊടുക്കണം, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇയാൾക്ക് എത്ര കൊടുക്കണം, ഇങ്ങനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ കണക്ക് നോക്കും പോലെ കൃത്യമായി കണക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നു. കണക്ക് പഠിപ്പിക്കുകയാണ് ഖുർആൻ. എന്താ കാരണം? നിസ്കാരം പോലെയല്ല, നോമ്പ് പോലെയല്ല, ഹജ്ജ് പോലെയല്ല സക്കാത്തിന്റെ കാര്യം. സാമ്പത്തിക ക്രയവിക്രയങ്ങളെ കുറിച്ച്, സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ പ്രേമിക്കുന്ന സാധനം, ആഗ്രഹിക്കുന്ന വസ്തു ഏതെന്ന് ചോദിച്ചാൽ സമ്പത്താണ്. മനുഷ്യലോകം അങ്ങനെയാണ്. മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അധ്വാനം, അവന്റെ അധ്വാനത്തിന്റെ, പരിശ്രമത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് സമ്പത്തുണ്ടാവുക, സമ്പത്തുണ്ടാവുക എന്നതാണ്. സമ്പത്ത് ഉണ്ടാക്കണ്ട എന്ന് ഇസ്ലാമിന് ആ കാഴ്ചപ്പാടില്ല. സമ്പത്ത് ഉണ്ടാക്കിക്കോ, സമ്പത്ത് ഉണ്ടാക്കണം, പക്ഷെ അത് സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ല. ഇത് പറഞ്ഞ സിദ്ധാന്തങ്ങൾ ഒരു നൂറ്റാണ്ട് തികച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ സിദ്ധാന്തങ്ങൾ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കുന്നത് സാമ്പത്തിക സന്തുലിതത്വം കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരും പണിയെടുക്കണം, നേരം വെളുക്കുമ്പോൾ കമ്പനികളിൽ, ഫാക്ടറികളിൽ എത്തണം, പാടത്തിറങ്ങണം, പണിയെടുക്കണം, വൈകുന്നേരം കൂലി മുഴുവനും നമ്മൾ വാങ്ങും, ഗവൺമെന്റ് മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2-3 പതിറ്റാണ്ട് പോയി. നാട് തകർന്നുപോയി. അതേ സിദ്ധാന്തത്തിലൂടെ രൂപപ്പെട്ടു വന്ന ആധുനിക ചൈന ആ സിദ്ധാന്തം മാറ്റി മുതലാളിത്തത്തിന്റെ ലോകത്തിലേക്കായി. കാരണം ആ സിദ്ധാന്തം ശരിയല്ല എന്ന് മനസ്സിലായി. അതാ സത്യം. പിന്നെയോ, സമ്പത്ത് ഉണ്ടാക്കാം. ഓരോരുത്തരുടെയും അധ്വാനത്തിനനുസരിച്ച് കഴിവ് മനുഷ്യന്റെ വ്യത്യസ്തമാണ്. എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെയല്ല. ഒരാളുടെ കായിക ശേഷി എല്ലാവർക്കും ഒരുപോലെയല്ല, ചിന്താശേഷി ഒരുപോലെയല്ല, അവരുടേതായ അധ്വാനത്തിന്റെ വിവിധ തലങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കണം. അത് ആ കുടുംബത്തിലുള്ള, വീട്ടിലുള്ള, നാട്ടിലുള്ള ദരിദ്രർ, ആരോഗ്യപരമായി ബലഹീനത അനുഭവിക്കുന്ന ദുർബലർ, അവർക്കും കൂടി ബാലൻസ് ചെയ്യാൻ കഴിയണമെങ്കിൽ കഴിവുള്ളവൻ കൂടുതൽ ചെയ്യട്ടെ, കൂടുതൽ അവൻ അധ്വാനിക്കട്ടെ എന്നതാണ്. ആ രൂപത്തിലൊരു അധ്വാനം അത് ഉണ്ടാകണമെന്നാണ് പഠിപ്പിച്ച ഇസ്ലാം. എന്നാൽ ഈ അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനത്തിനെ പ്രേമിച്ച് കെട്ടിപ്പിടിച്ച് അതൊരിക്കലും പിടിവിട്ടു പോകാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന രീതി അത് ശരിയല്ല എന്നാ പറഞ്ഞു. ഏറ്റവും അധികം മനുഷ്യൻ അതിമോഹത്തോടെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സാധനം പണമാണ്, സമ്പത്താണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ത് പറഞ്ഞു? ഇക്കാര്യത്തിൽ നിസ്കാരം പറഞ്ഞതുപോലെ, നോമ്പ് പറഞ്ഞതുപോലെ, ഹജ്ജ് പറഞ്ഞതുപോലെ, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടാനുസരിച്ച് അങ്ങോട്ട് വ്യാഖ്യാനിക്കും. പരിശുദ്ധ ദീനിന്റെ നിയമസംഹിതയുടെ ഒന്നാമത്തെ പുസ്തകം, ഒന്നാമത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് തന്നെ അതിൽ ആശങ്കകൾക്കുള്ള എല്ലാ അവസരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഓരോ കാര്യവും ഇഴകീറി നമ്മളെ പഠിപ്പിക്കുക. അവിടെ പിന്നെ അടുത്തൊരു വ്യാഖ്യാനത്തിനുള്ള ഒരു അവസരമേ അവിടെ ഇല്ല. ആ രൂപത്തിലാണ് സാമ്പത്തിക കാര്യങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിച്ച് നമ്മളോട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ അധ്വാനിച്ചോ, സമ്പാദിച്ചോ, സ്വരുക്കൂട്ടിക്കോ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത, ഒരു കടമ നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. അത് സക്കാത്ത് എന്ന കർമ്മമാണ്. അത് ബാധ്യതയാണ്, ഫർളായ ഒരു ഇബാദത്ത് കൂടി. ആ ഇബാദത്ത് പൂർത്തിയാക്കാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീനുൽ ഇസ്ലാം പൂർത്തിയാവുകയില്ല. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മുടെ ഈ ഇരിക്കുന്ന ഇത്രയും വിശാലമായ ഹാള്, 500ഓളം ആളുകൾ ഇരിക്കുക. ഈ നമ്മളെല്ലാവരും സുരക്ഷിതമായി സമാധാനത്തോടെ ഇരിക്കുന്നത് 100 കണക്കിന് കിലോ
ഭാരമുള്ള ഈ മട്ടുപ്പാവിനെ താങ്ങി നിർത്തുന്ന ഓരോ തൂണുകളുണ്ട്. ഈ തൂണുകളിൽ ഈ ഫില്ലറുകളിലായി നിൽക്കുന്നു എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ ഫില്ലർ ബീമിലായത് നിൽക്കുക. ഈ ഫില്ലറിൽ എവിടെയെങ്ങാനും ഒന്നിന് പൊട്ടലേറ്റാൽ, ഒരു സൈഡ് തകർന്നാൽ അവിടുത്തെ ആ ഇരിക്കുന്ന താഴ്ഭാഗത്തിൽ അപകടമാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ റസൂൽ ഉപമിച്ച ഉപമ ബുനിയൽ ഇസ്ലാം. ഇസ്ലാം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന വിശുദ്ധമായ ദീൻ, മതം. ഈ മതത്തിനെ അള്ളാഹു നിർമ്മിച്ചിട്ടുള്ളത് 5 തൂണുകളിലായിട്ടാണ്. അതിലൊരു തൂണാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നത് ഒരു ഫില്ലറാണ്. രണ്ടാമത്തേത് നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളത്. ഷഹാദത്തിന്റെ 2 ഭാഗമുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രവാചകത്വത്തിലുള്ള വിശ്വാസം. അത് കഴിഞ്ഞാൽ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറഞ്ഞത് സക്കാത്ത് കൊടുക്കുക. പിന്നെ നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക. ഇന്ന് സാധാരണ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു നമ്മൾ ഒരു പരിചിന്തനം നടത്തിയാൽ ഈ 5 കാര്യത്തിൽ 3 കാര്യമേ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വേറെ വലിയ ചിലവൊന്നും ഉള്ളതല്ലാത്തത് കൊണ്ടും ഏറ്റവും ഭയപ്പാടുള്ള വിഷയമായതുകൊണ്ട് അതങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. തൊട്ടടുത്ത നിസ്കാരം, അതും പിന്നെ വേറെ ചിലവൊന്നുമുള്ള കാര്യമല്ല, പോയി നിർവഹിച്ച് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല, അത് നിർവഹിക്കും. റമദാന്റെ നോമ്പ് ഡോക്ടറും പറയണ് ഈ കുടവണ്ടിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ നല്ലതാന്ന് പറയുമ്പോൾ അങ്ങനെയും കരുതി കൂട്ടി പിടിക്കുന്നവരുണ്ട്. എന്നാൽ സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും കാര്യം എടുക്കുമ്പോൾ രണ്ടും പൈസയ്ക്ക് അനക്കം തട്ടുന്നതാ, പണത്തിൽ കുറവ് വരുമോ എന്ന് പേടി തോന്നുന്നതാ. അതുകൊണ്ട് സ്വന്തമായിട്ട് ബാക്കി 3 കാര്യത്തിലും മസാലകളൊക്കെ നോക്കും. ബാക്കി 2 കാര്യം വരുമ്പോൾ അത് ആദ്യം സ്വന്തമായിട്ടൊരു വിലയിരുത്തൽ നടത്തും. ഞാൻ കൊടുക്കണോ വേണ്ടേ, ഞാൻ ഹജ്ജിന് പോണോ വേണ്ടേ, സ്വന്തം വിലയിരുത്തൽ നടത്തിയിട്ട് വേണ്ട എന്ന ധാരണയിലാണ് കൂടുതൽ എത്താറ്. ആ ധാരണയിലാണ് എത്താറ്. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം, നോമ്പിന് എത്ര പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം തീരുമാനിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു നിർബന്ധമായ അമലാണ്, ഫർളാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ആ സക്കാത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരാൾ അതിനെ നിസാരവൽക്കരിച്ചു, സക്കാത്തിനെ ആരെങ്കിലും നിഷേധിച്ചു, അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ, എല്ലാ ഫിഖ്ഹിന്റെ ഉലമാക്കളുടെയും ഇമാമുന ശാഫിഈ, അബൂ ഹനീഫത്തുൽ കൂഫി 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പറയുന്ന ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങളുടെ ആകെ ചുരുക്കം വിവരിക്കുന്ന മൗസൂഅത്തുൽ ഫിഖ്ഹിയ എല്ലാ ഇമാമിങ്ങളും ഐക്യകണ്ഠേന പറഞ്ഞൊരു വിഷയമാണ്. വമൻ മനഅ സകാത്ത്, ഒരാള് സക്കാത്തിന് നിർബന്ധമായ സക്കാത്തിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ, സക്കാത്ത് നിർബന്ധമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ അവൻ സക്കാത്ത് നിർബന്ധമല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണ്. ഫഖദ് കഫറ, അവൻ ഇസ്ലാമിന്റെ പുറത്തായി കാഫിറായിരിക്കുന്നു, അവൻ സത്യനിഷേധിയായിരിക്കുന്നു. കൊടുത്തില്ല എന്നത് വേറെ, പക്ഷെ അതിനെ നിഷേധിക്കുകയോ അതിനെതിരെ അഭിപ്രായം പറയുകയോ ചെയ്താൽ അത് ഫർളുകൾ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന സുന്നത്തായ അമലുകളുടെ വിഷയത്തിലാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ്. നിഷേധിച്ചു കഴിഞ്ഞാൽ അവന് ദീന്റെ പുറത്താണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ ഇത്രയും ഗൗരവമുള്ള പ്രാധാന്യമുള്ള കർമ്മമാണ് സക്കാത്ത്. ആ സക്കാത്തിന്റെ കണക്കും ആ സക്കാത്ത് കൃത്യമായിട്ട് ആരാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എന്തിനാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെയും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സമയം വളരെ അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇനി ഒരാഴ്ചയുണ്ട് പരിശുദ്ധ റമദാൻ. ആ ഒരാഴ്ചക്കിടയിൽ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല, അത്രയും വിശാലമായ ഒരു വിഷയമാണ്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകെ ചുരുക്കം, പരിശുദ്ധ റമദാൻ പ്രതിഫലങ്ങളുടെ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അതിനുവേണ്ടി കാത്തിരുന്നിട്ട് ആ സമയത്ത് കൊടുക്കുക എന്നതിലേക്കല്ല. പിന്നെയോ അതിനു മുമ്പ് തന്നെ സക്കാത്തിന് നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണോ നമ്മൾ നമ്മുടെ കണക്ക് നോക്കണം. ഏതിലാ കൊടുക്കേണ്ടത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ അധീനതയിൽ, നമ്മുടെ കരുതൽ ധനമായി നമുക്കായിട്ട് ബാക്കിയാകുന്ന സമ്പത്ത് ഏതെല്ലാം ഉണ്ടോ അതിലൊക്കെ വരും ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം. അത് ബാങ്കിന്റെ നിക്ഷേപമാകട്ടെ, അത് ചിട്ടിയിൽ കൊടുത്തതാകട്ടെ, കച്ചവടത്തിൽ സ്റ്റോക്കായിട്ടോ ക്യാഷ് ആയിട്ടോ ഇട്ടതാകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ഏത് രൂപത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുമാകട്ടെ, നമ്മുടേതായ സമ്പാദ്യം നമുക്ക് ഇഷ്ടാനുസരണം എടുക്കാനും കൊടുക്കാനും, അല്ലെങ്കിൽ ഒരു നിശ്ചിത അവധി കഴിയുമ്പോൾ എടുക്കാനും കൊടുക്കാനും കഴിയുന്ന പ്രോവിഡന്റ് ഫണ്ട് ഉൾപ്പെടെ നമ്മുടെ അധീനതയിലായി തന്റെ സമ്പത്തായി കണക്കാക്കുവാൻ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന സമ്പാദ്യം ഏതെല്ലാം മാർഗത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അതിലൊക്കെയും സക്കാത്തുണ്ട്. അതിലൊക്കെയും സക്കാത്തുണ്ട്.
സക്കാത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഒരു സമൂഹത്തിന്റെ ആകമാനമുള്ള സാമ്പത്തിക സന്തുലിതാവസ്ഥയാണ്. സാമ്പത്തിക സന്തുലനമാണ് സക്കാത്തിലൂടെ ലക്ഷ്യമാക്കുക. ചരിത്രത്തിൽ ദരിദ്രരില്ലാത്തൊരു നാട് ലോകത്ത് സാധ്യമാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു വിപ്ലവം നടന്നത് ഇസ്ലാമിക ലോകത്ത് മാത്രമാണ്, ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ അതിനെ കുറിച്ച് പറയാം. ആ സക്കാത്ത് നിർബന്ധമായും കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, അവന്റെ സമ്പത്ത് മക്കളും മരുമക്കളും കുടുംബാദികളും ചേർന്ന് വിഹിതം ചെയ്യുന്നുവെങ്കിൽ ആ മക്കളും മരുമക്കളും എടുക്കുന്ന സമ്പാദ്യം ഹറാമാണ് പടച്ചറബിന്റെ മുമ്പിൽ അതിന് കൂടെ അവൻ കണക്ക് പറയേണ്ടി വരും എന്ന ഓർമ്മ കൂടി ഉണ്ടാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. പരിശുദ്ധ റമളാൻ എത്തുന്നതിന് മുമ്പ് തന്നെ സ്വഹാബത്ത് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മെപ്പോലെ ജീവിക്കുവാൻ, നമ്മെപ്പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുവാൻ, നമ്മെപ്പോലെ സന്തോഷത്തോടെ കഴിയുവാൻ. റമളാൻ എത്തുമ്പോൾ ആഹാരമുണ്ട്, നോമ്പ് തുറക്കാനുള്ള വിഭവമുണ്ട്, അത്താഴത്തിനുണ്ട്, മുത്താഴത്തിനുണ്ട്, ഒക്കെയുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം ഇതില്ലാത്ത വീട്ടുകാരെ കുറിച്ച് അറിയില്ല. അവരെ കുറിച്ച് ഓർത്തുകൊണ്ടാകണം സക്കാത്ത് നേരത്തെ കൊടുക്കേണ്ടത്. അതിനായിരുന്നു അവർ ചെയ്തിരുന്നത്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് പിന്നെ വഖ്തസലു അവർ കുളിച്ച് ശുദ്ധിയായി റമളാന്റെ മാസപ്പിറവി കാണുന്ന ദിവസമാകുമ്പോൾ അതിനുവേണ്ടി ആ മാസപ്പിറവി കാണാൻ വേണ്ടി പോലും അവർ പ്രത്യേകം കുളിച്ച് റെഡിയായി ആ മാസപ്പിറവിക്ക് വേണ്ടി കാത്താകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു റമളാനിലേക്ക് അവർ പ്രവേശിച്ചതെങ്കിൽ ആ രൂപത്തിലൂടെ റമളാനിലേക്ക് ചെന്നു ചേരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.